നമ്മൾ മലയാളത്തിൽ നിരന്തരമായിട്ട് സംസാരിക്കാറുള്ളതാണ് ഞാൻ പോട്ടെ, ഞാൻ വിളിക്കട്ടെ, ഞാൻ സഹായിക്കട്ടെ, ഞാൻ അതെടുക്കട്ടെ, ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് മലയാളത്തിൽ സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന്റെ മുന്നേ ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ആളുകളും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് അവരുടെ ഉള്ളിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, പക്ഷേങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കൂടുതൽ ആളുകളുടെയും പ്രശ്നം വരുന്നത്. അതിന്റെ കാരണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷിന്റെ തിയറി മാത്രം പഠിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരാളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. അതല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇംഗ്ലീഷിന്റെ കുറെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമാണുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വാക്കുകൾ ഒരിക്കലും വരൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പരിശീലിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് പുറത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകത വരുന്നത് നിങ്ങൾക്ക് ദിവസവും അരമണിക്കൂർ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാൻ പറ്റും. അതും നിങ്ങളും ഒരു ടീച്ചറും മാത്രമായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ലാതെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള ഇംഗ്ലീഷിന്റെ നിലവാരം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. കൂടാതെ ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് 3 ദിവസം വരെ പരിശോധിക്കാനുള്ള അവസരമുണ്ട്. ആ 3 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ അടച്ച മുഴുവൻ ഫീസും തിരിച്ചു നൽകുന്നതായിരിക്കും. ക്ലാസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ക്ലാസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 50ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It's me, Muhammad Safvan. Welcome to the English Today. എല്ലാവരും ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലേ ലിസ്റ്റിൽ ക്ലാസ്സുകൾ ഓർഡർ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഐ ബട്ടണിലും അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഓർഡർ ക്രമത്തിൽ തന്നെ ക്ലാസ്സുകൾ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം ലെറ്റിന്റെ ഉപയോഗമാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരത്തിൽ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. പല സാഹചര്യങ്ങളിലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ സാഹചര്യവും എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ പഠിക്കട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പഠിക്കട്ടെ. ലെറ്റ് മീ സ്റ്റഡി. ഞാൻ പഠിക്കട്ടെ. ഇവിടെ എന്ന് പറയുന്ന കുറച്ച് നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞത് ഞാൻ പഠിക്കട്ടെ എന്നുള്ളതാണ്. ഞാൻ എന്ന് പറയുന്നത് ഐ എന്നുള്ളതാണ്, നമ്മൾ പഠിച്ചതാണ്. മീ എന്ന് പറയുന്നു എന്നെ, എനിക്ക്, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് വരിക. പക്ഷേ എങ്കിൽ ലെറ്റിന്റെ കൂടെ നടന്ന ഐ അല്ല വരിക, മീ ആണ് ചേർക്കുക. മീ വെക്കുകയാണെങ്കിലും ഞാൻ പഠിക്കട്ടെ എന്നുള്ളത് തന്നെയുള്ള അർത്ഥാണ് വരിക. കാരണം ഇതാണ് ഇതിന്റെ നിയമം. ബാക്കി അതുപോലെ തന്നെ ഉള്ളതാണ്. ഷീ ആണെങ്കിൽ ഷീ എന്ന് പറയുന്നത് അവൾ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ഷീ സ്റ്റഡി എന്ന് പറയില്ല, ലെറ്റ് ഷീ സ്റ്റഡി എന്ന് പറയൂല, ലെറ്റ് ഹർ സ്റ്റഡി എന്നാണ് പറയുക. അതുപോലെ തന്നെ അവൻ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ലെറ്റ് ഹീ സ്റ്റഡി എന്ന് പറയൂല, ലെറ്റ് ഹിം സ്റ്റഡി എന്നാണ് പറയുക. അതുപോലെ തന്നെ അവർ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ലെറ്റ് അവർ എന്ന് പറയുമ്പോൾ ദേ എന്നുള്ളതാണ് വരിക, ലെറ്റ് ദേ സ്റ്റഡി എന്ന് പറയൂല, ലെറ്റ് ദം സ്റ്റഡി എന്നാണ് പറയുക. അതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ലെറ്റ് വി സ്റ്റഡി എന്ന് പറയൂല, ലെറ്റ് അസ് സ്റ്റഡി എന്നാണ് പറയുക. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. മുന്നോട്ട് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ വിളിക്കട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ വിളിക്കട്ടെ. ലെറ്റ് മീ കോൾ. ഞാൻ വിളിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രവൃത്തി എപ്പോഴും എന്ന് പറയുന്നത് V1 ആയിരിക്കണം, ഒരിക്കലും V2 V3 ആവാൻ പാടില്ല. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഞാൻ സഹായിക്കട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ സഹായിക്കട്ടെ. ലെറ്റ് മീ ഹെൽപ്പ്. ഞാൻ സഹായിക്കട്ടെ. അവൾ വരട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ വരട്ടെ. ലെറ്റ് ഹർ കം. അവൾ വരട്ടെ. അവൾ ഇരിക്കട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ ഇരിക്കട്ടെ. ലെറ്റ് ഹർ സിറ്റ്. അവൾ ഇരിക്കട്ടെ. നമ്മളിപ്പോ നോക്കിയത് ചെറിയ ഉദാഹരണമാണ്. നമുക്ക് അടുത്തത് നടന്ന വലിയ രൂപത്തിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാര ഭാഷയിൽ നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം.
ലെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല സാഹചര്യങ്ങളിലാക്കിയിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. എല്ലാ സാഹചര്യവും എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഈ ക്ലാസ് കണ്ടു പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ലെറ്റ് നമുക്ക് പല സാഹചര്യങ്ങളിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആദ്യത്തെ സാഹചര്യം നോക്കാൻ പോകുന്നത് പെർമിഷൻ ചോദിക്കുന്ന രീതിയാണ്. പെർമിഷൻ എന്ന് പറയുമ്പോൾ അനുവാദങ്ങൾ ചോദിക്കുക, വേറൊരാളോട് അനുവാദങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ ക്ലാസ്സിൽ പോകട്ടെ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഒരു സമ്മതം ചോദിക്കുകയാണ്. ഞാൻ ക്ലാസ്സിൽ പോകട്ടെ എന്നെങ്ങനെ ചോദിക്കാം? ലെറ്റ് മീ ഗോ ടു ദ ക്ലാസ്. ഞാൻ ക്ലാസ്സിൽ പോകട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ ഇപ്പോൾ അത് ചെയ്യട്ടെ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഒരാളോട് അനുവാദം ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോൾ അത് ചെയ്യട്ടെ. ലെറ്റ് മീ ഡു ഇറ്റ് നൗ. ഞാൻ അതിപ്പോൾ ചെയ്യട്ടെ. നൗ എന്നുള്ളത് ഇപ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. ഇറ്റ് എന്നുള്ളത് അത്. ലെറ്റ് മീ ഡു ഇറ്റ് നൗ. ഞാൻ അതിപ്പോൾ ചെയ്യട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഞാൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. ലെറ്റ് മീ ടേക്ക് എ റെസ്റ്റ് ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്ന് പറയുന്നത് കുറച്ച് നേരം എന്നാണ് പറയുന്നത്. ലെറ്റ് മീ ടേക്ക് എ റെസ്റ്റ് ഫോർ എ വൈൽ. ഞാൻ കുറച്ച് നേരം വിശ്രമിക്കട്ടെ. ടേക്ക് എ റെസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്രമിക്കുക എന്നുള്ള അർത്ഥമാണ് അത് മൊത്തമായിട്ട് വരുന്നത്. ടേക്ക് എ റെസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്രമിക്കട്ടെ. ലെറ്റ് മീ ടേക്ക് എ റെസ്റ്റ് ഫോർ എ വൈൽ. ഞാൻ കുറച്ച് നേരം വിശ്രമിക്കട്ടെ. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഒരാളോട് ഒരു സമ്മതം ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ. ലെറ്റ് മീ ഫിനിഷ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ. ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ലെറ്റ് മീ ഫിനിഷ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ പോലീസിനെ അറിയിക്കട്ടെ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഒരാളോട് പെർമിഷൻ ചോദിക്കുകയാണ്. ഞാൻ പോലീസിനെ അറിയിക്കട്ടെ. ലെറ്റ് മീ ഇൻഫോം ദ പോലീസ്. ഞാൻ പോലീസിനെ അറിയിക്കട്ടെ. ഇൻഫോം ചെയ്യാന്ന് അറിയുന്നത് അറിയിക്കുക എന്നുള്ളതാണ്. ലെറ്റ് മീ ഇൻഫോം ദ പോലീസ്. ഞാൻ പോലീസിനെ അറിയിക്കട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ. ലെറ്റ് മീ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ നിങ്ങളുടെ കോഴ്സിൽ ചേരട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? ചേരട്ടെ. ഞാൻ നിങ്ങളുടെ കോഴ്സിൽ ചേരട്ടെ. ലെറ്റ് മീ ജോയിൻ യുവർ കോഴ്സ്. ഞാൻ നിങ്ങളുടെ കോഴ്സിൽ ചേരട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈസെൽഫ് എന്ന് പറയുന്നത് എന്നെ തന്നെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് പരിചയപ്പെടുത്തുക. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. നമ്മളിപ്പോൾ നോക്കിയത് ഒരു പെർമിഷൻ ചോദിക്കുന്ന രൂപമാണ്. അടുത്തെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പെർമിഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഒരാൾക്ക് ഒരു പെർമിഷൻ കൊടുക്കുക, നീ അത് ചെയ്തോ എന്നുള്ള രീതിയിലായിട്ട് എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുക എന്നുള്ളത് ലെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. അവൾ ആദ്യം സംസാരിച്ചോട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ ആദ്യം സംസാരിച്ചോട്ടെ. ലെറ്റ് ഹർ സ്പീക്ക് ഫസ്റ്റ്. ഫസ്റ്റ് എന്നുള്ളത് ആദ്യം എന്നാണ്. ലെറ്റ് ഹർ സ്പീക്ക് ഫസ്റ്റ്. അവൾ ആദ്യം സംസാരിച്ചോട്ടെ. അവൾക്ക് എന്ന് പറയുന്നത് സമ്മതം കൊടുക്കുകയാണ് ചെയ്തത്. അവൾ ആദ്യം സംസാരിച്ചോട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. അവർ ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവർക്ക് നിറഞ്ഞ സമ്മതം കൊടുക്കുകയാണ്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ. ലെറ്റ് ദം സ്പീക്ക് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. അവർ കുറച്ചു നേരം കളിച്ചോട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവർ കുറച്ചു നേരം കളിച്ചോട്ടെ. ലെറ്റ് ദം പ്ലേ ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം എന്നാണ്. ലെറ്റ് ദം പ്ലേ. അവർ കളിച്ചോട്ടെ. ഫോർ എ വൈൽ. അവർ കുറച്ചു നേരം കളിച്ചോട്ടെ. അവർക്ക് നിറഞ്ഞ സമ്മതം കൊടുക്കുകയാണ്. അവർ കുറച്ചു നേരം കൂടി കളിച്ചോട്ടെ എന്നുള്ള രൂപത്തിലായിട്ട്. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ അവൻ്റെ ജോലി ചെയ്തോട്ടെ എന്നെങ്ങനെ പറയും? അവൻ അവൻ്റെ ജോലി ചെയ്തോട്ടെ. അവനിക്ക് പെർമിഷൻ കൊടുക്കാം. അവൻ അവൻ്റെ ജോലി ചെയ്തോട്ടെ. ലെറ്റ് ഹിം ഡു ഹിസ് ജോബ്. അവൻ അവൻ്റെ ജോലി ചെയ്തോട്ടെ. അവരത് ചെയ്തോട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവരത് ചെയ്തോട്ടെ. അവർക്ക് നടന്ന പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരത് ചെയ്തോട്ടെ. ലെറ്റ് ദം ഡു ഇറ്റ്. അവർ അത് ചെയ്തോട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. അവൻ അവളെ വിവാഹം കഴിച്ചോട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവൻ അവളെ വിവാഹം കഴിച്ചോട്ടെ. ലെറ്റ് ഹിം മേരി ഹർ. ലെറ്റ് ഹിം മേരി ഹർ. ഹിം എന്ന് പറയുന്നത് അവൻ. ലെറ്റ് ഹിം മേരി ഹർ. അവൻ അവളെ കല്യാണം കഴിച്ചോട്ടെ. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ നമ്മളുടെ കൂടെ വന്നോട്ടെ എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ നമ്മളുടെ കൂടെ വന്നോട്ടെ. പെർമിഷൻ കൊടുക്കുകയാണ്. അവൾക്ക് എന്ന് പറയുന്നത് നമ്മളെ കൂടെ വരാം എന്നുള്ള രീതിയിലായിട്ട് പെർമിഷൻ കൊടുക്കുകയാണ്. ലെറ്റ് ഹർ കം വിത്ത് അസ്. അവൾ നമ്മളുടെ കൂടെ വന്നോട്ടെ. അടുത്ത നമുക്ക് ലെറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും എന്നുള്ളത് അടുത്തത് ഉദാഹരണ സഹിതം നോക്കാം. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം എന്നങ്ങനെ പറയാൻ പറ്റും. ഇങ്ങനെ ഫ്രണ്ട്സുകളായിട്ട് ഇരിക്കുമ്പോൾ എന്ന് പറയുന്നത് പറയാണ് നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ഒരു അഭിപ്രായം പറയാണ് നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. എങ്ങനെ പറയാൻ പറ്റും? ലെറ്റസ് പ്ലേ ക്രിക്കറ്റ്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ലെറ്റസിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ടായിട്ടും പറയാൻ പറ്റുന്നതാണ്. ലെസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. എസ് എന്നുള്ളത് മാറ്റിയിട്ട് എസ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോസ്ട്രോഫി എസ് ചേർത്ത് കൊടുത്താൽ ലെസ്. അത് സെയിം അർത്ഥം തന്നെയാണ്. ലെറ്റസിൻ്റെ അതേ സെയിം രീതി തന്നെയാണ് വരുന്നത്. നമുക്ക് കളിക്കാം എന്നുള്ള രീതി തന്നെയാണ് വരുന്നത്. കൂടുതലായിട്ടും എന്ന് പറയുന്നത്
ഉപയോഗിക്കുക ലെസ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ലെറ്റസ് എന്നുള്ള പറയാതെ ലെറ്റ്സ് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കത് ഇപ്പോൾ ചെയ്യാം എന്നെങ്ങനെ പറയാൻ പറ്റും? ഒരു അഭിപ്രായം പറയാണ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഇപ്പോൾ ചെയ്യാം എന്നെങ്ങനെ പറയാം? ലെറ്റ്സ് ഡു ഇറ്റ് നൗ. നമുക്കത് ഇപ്പോൾ ചെയ്യാം. അടുത്ത ഉദാഹരണം നോക്കാം. നമുക്ക് ഒരു സിനിമക്ക് പോകാം എന്നെങ്ങനെ പറയാം? ഒരു അഭിപ്രായം പറയാണ്, നമുക്കൊരു സിനിമക്ക് പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. നമുക്കൊരു സിനിമക്ക് പോകാം. ഫോർ എ മൂവി എന്ന് പറയുന്നത് ഒരു സിനിമക്ക് എന്നാണ് പറയുന്നത്. ഫോർ എ മൂവി. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. നമുക്കൊരു സിനിമക്ക് പോകാം. അടുത്ത ഉദാഹരണം നോക്കാം. നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നെങ്ങനെ പറയാൻ പറ്റും? ഒരു അഭിപ്രായം പറയാണ്, നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. വൈൻഡ് അപ്പ് എന്നുള്ളത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. നമുക്ക് ഇവിടെ കുറച്ച് സമയം ഇരിക്കാം എന്നെങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഇവിടെ കുറച്ച് സമയം ഇരിക്കാം. ലെറ്റ്സ് സിറ്റ് ഹിയർ സംടൈംസ്. സംടൈംസ് എന്ന് പറയുന്നത് കുറച്ച് നേരം എന്നുള്ളതാണ്. ലെറ്റ്സ് സിറ്റ് ഹിയർ സംടൈംസ്. നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. അടുത്ത ഉദാഹരണം നോക്കാം. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്നെങ്ങനെ പറയാൻ പറ്റും? ലെറ്റ്സ് സോൾവ് ദിസ് പ്രോബ്ലം. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. സോൾവ് എന്നുള്ളത് പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രോബ്ലം എന്ന് പറയുന്നത് പ്രശ്നം. അടുത്ത ഉദാഹരണം നോക്കാം. നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നെങ്ങനെ പറയാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഒരു അഭിപ്രായം പറയാണ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ലെറ്റ്സ് ഹാവ് സംതിങ്. സംതിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്നാണ്. ലെറ്റ്സ് ഹാവ് സംതിങ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഹാവ് എന്നുള്ളത് കഴിക്കുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഹാവ് എന്ന് പറയുന്നത് കഴിക്കുക, കുടിക്കുക, ഉണ്ടാകുക എന്നൊക്കെ എന്ന് പറയുന്നത് ഹാവിന് അർത്ഥം വരുന്നുണ്ട്. അടുത്ത ഉദാഹരണം നോക്കാം. നമുക്ക് അവരെ അറിയിക്കാം എന്നെങ്ങനെ പറയാൻ പറ്റും? ലെറ്റ്സ് ഇൻഫോം ദം. ദം എന്ന് പറഞ്ഞാൽ അവരെ. ലെറ്റ്സ് ഇൻഫോം ദം. നമുക്ക് അവരെ അറിയിക്കാം. അടുത്തത് ലെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി അനുവദിക്ക് എന്നുള്ള രൂപത്തിലായിട്ട് എന്ന് പറയുന്നത് ലെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമുക്കതിൻ്റെ ഉദാഹരണ സഹിതം നോക്കാം. എന്നെ വിശദീകരിക്കാൻ അനുവദിക്ക് എന്നെങ്ങനെ പറയാൻ പറ്റും? ഒരു കാര്യം പറയുകയാണ്, അപ്പോൾ എന്ന് പറയുന്നത് വേറെ ആൾ തടസ്സപ്പെടുത്തുമ്പോൾ അപ്പം പറയാണ് എന്നെ വിശദീകരിക്കാൻ ഒന്ന് അനുവദിക്ക് എന്നുള്ള രൂപത്തിൽ എങ്ങനെ പറയാൻ പറ്റും? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എന്നെ വിശദീകരിക്കാൻ അനുവദിക്ക് എന്നാണ് പറയുന്നത്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്നെ വിശദീകരിക്കാൻ അനുവദിക്ക് എന്നുള്ളത് മാത്രമല്ല അർത്ഥം വരിക. ഞാൻ വിശദീകരിച്ചോട്ടെ എന്നുള്ള നേരത്തെ നമ്മൾ നോക്കിയ ഒരു സമ്മതം ചോദിക്കുന്ന രൂപത്തിലെന്ന് പറയുന്നത് നമുക്ക് ഇത് ചോദിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എങ്കിൽ ഇത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് മാറുക. ചില സാഹചര്യത്തിൽ ചോദിക്കുമ്പോൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ വിശദീകരിച്ചോട്ടെ, എന്നെ വിശദീകരിക്കാൻ അനുവദിക്കുക എന്ന് പറയും. ചില സാഹചര്യത്തിൽ ചോദിക്കുമ്പോൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ വിശദീകരിച്ചോട്ടെ, ഒരാളോട് സമ്മതം ചോദിക്കുന്ന രീതിയിൽ എന്ന് പറയുന്നത് അർത്ഥം വരുന്നതായിരിക്കും. അടുത്ത ഉദാഹരണം നോക്കാം. ഞാൻ എൻ്റെ പോയിന്റ് പൂർത്തീകരിക്കാൻ അനുവദിക്ക് എന്നെങ്ങനെ പറയാൻ പറ്റും? ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ തടസ്സപ്പെടുത്തുമ്പോൾ പറയാണ് ഞാൻ എൻ്റെ പോയിന്റ് പൂർത്തീകരിക്കാൻ അനുവദിക്ക്. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഞാൻ എൻ്റെ പോയിന്റ് പൂർത്തീകരിക്കാൻ അനുവദിക്ക്. ഇതിനെന്ന് പറയുന്ന രണ്ട് അർത്ഥവും വരും. പെർമിഷൻ ചോദിക്കുന്ന, അനുവാദം ചോദിക്കുന്ന രീതിയിലുള്ള അർത്ഥവും വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള അർത്ഥവും ഇതിന് വരും. ഇത് രണ്ടും പറയുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും മാറുക. അടുത്ത ഉദാഹരണം നോക്കാം. അവളെ സംസാരിക്കാൻ അനുവദിക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും? അവളെ സംസാരിക്കാൻ അനുവദിക്കുക. ലെറ്റ് ഹെർ സ്പീക്ക്. അവളെ സംസാരിക്കാൻ അനുവദിക്കുക. എന്നെ അല്പം വിശ്രമിക്കാൻ അനുവദിക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും? എന്നെ അല്പം വിശ്രമിക്കാൻ അനുവദിക്കുക. ലെറ്റ് മീ ടേക്ക് സം റെസ്റ്റ്. എന്നെ അല്പം വിശ്രമിക്കാൻ അനുവദിക്കുക. അടുത്ത ഉദാഹരണം നോക്കാം. അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും? അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക. ലെറ്റ് ദം ഡു ദെയർ ജോബ്. അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക. അടുത്ത ഉദാഹരണം നോക്കാം. അവനെ നന്നായി കളിക്കാൻ അനുവദിക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും? അവനെ നന്നായി കളിക്കാൻ അനുവദിക്കുക. ലെറ്റ് ഹിം പ്ലേ വെൽ. അവനെ നന്നായി കളിക്കാൻ അനുവദിക്കുക. എന്നെ നന്നായി പഠിക്കാൻ അനുവദിക്കുക എന്നെങ്ങനെ പറയാൻ പറ്റും? എന്നെ നന്നായി പഠിക്കാൻ അനുവദിക്കുക. ലെറ്റ് മീ സ്റ്റഡി വെൽ. എന്നെ നന്നായി പഠിക്കാൻ അനുവദിക്കുക. നമ്മളിപ്പോൾ നോക്കിയ അനുവദിക്കുക എന്ന് പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം അതിന് രണ്ടർത്ഥങ്ങൾ വരും. ഒന്ന് പെർമിഷൻ ചോദിക്കുന്നത്, അനുവാദങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള അർത്ഥവും വരും. അതുപോലെ തന്നെ അനുവദിക്കുക എന്നുള്ള രൂപത്തിലുള്ള അർത്ഥവും വരും. ഇത് രണ്ടും എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും അർത്ഥങ്ങൾ മാറി മാറി വരിക. അടുത്ത നമുക്ക് എങ്ങനെയാണ് അനുവദിക്കരുത് എന്നെങ്ങനെയാണ് പറയുക എന്നുള്ളത് നോക്കാം. അത് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ലെറ്റിന്റെ മുന്നേ ആയി ഡോണ്ട് ചേർക്കാൻ പറ്റുന്നതാണ്. ഡോണ്ട്, ഡു നോട്ടിന്റെ ഷോർട്ടാണ് ഡോണ്ട് എന്നുള്ളത്. ഡോണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുന്നത് അനുവദിക്കരുത് എന്നുള്ള രീതിയിലുള്ള അർത്ഥങ്ങൾ കിട്ടും. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. അവരെ അവിടെ പോകാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും? അവരെ അവിടെ പോകാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ദം ഗോ ദെയർ. ഡോണ്ട് ലെറ്റ് ദം ഗോ ദെയർ. അവരെ അവിടെ പോകാൻ അനുവദിക്കരുത്. അടുത്ത ഉദാഹരണം നോക്കാം. അവനെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാം? അവനെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ഹിം സിറ്റ് ഹിയർ. അവനെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കരുത്.
അടുത്ത ഉദാഹരണം നോക്കാം. അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും? അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ഹർ എസ്കേപ്പ്. എസ്കേപ്പ് എന്നുള്ളതാണ് രക്ഷപ്പെടുക. ഡോണ്ട് ലെറ്റ് ഹർ എസ്കേപ്പ്. അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അടുത്ത ഉദാഹരണം നോക്കാം. അവനെ തൊടാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും? അവനെ അത് തൊടാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാം? ഡോണ്ട് ലെറ്റ് ഹിം ടച്ച് ഇറ്റ്. അവനെ അത് തൊടാൻ അനുവദിക്കരുത്. ടച്ച് എന്നുള്ളതാണ് തൊടുക. ഡോണ്ട് ലെറ്റ് ഹിം, അവനെ അനുവദിക്കരുത്. ടച്ച് ഇറ്റ്, അത് തൊടാൻ അനുവദിക്കരുത്. അടുത്ത ഉദാഹരണം നോക്കാം. അവളെ കത്ത് വായിക്കാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും? ഡോണ്ട് ലെറ്റ് ഹർ റീഡ് ദ ലെറ്റർ. ലെറ്റർ എന്നുള്ളത് കത്ത് എന്നാണ്. ഡോണ്ട് ലെറ്റ് ഹർ, അവളെ അനുവദിക്കരുത്. റീഡ്, വായിക്കാൻ. ദ ലെറ്റർ, ലെറ്റർ വായിക്കാൻ അവളെ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ അവനെ വിവാഹം കഴിക്കാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ അവനെ വിവാഹം കഴിക്കാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ഹർ മേരി ഹിം. ഡോണ്ട് ലെറ്റ് ഹർ, അവളെ അനുവദിക്കരുത്. മേരി ഹിം, അവനെ വിവാഹം കഴിക്കാൻ അനുവദിക്കരുത്. അടുത്ത ഉദാഹരണം നോക്കാം. അവനെ പാട്ട് പാടാൻ അനുവദിക്കരുത് എന്നെങ്ങനെ പറയാൻ പറ്റും? അവനെ പാട്ട് പാടാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ഹിം സിങ് എ സോങ്. ഡോണ്ട് ലെറ്റ് ഹിം, അവനെ അനുവദിക്കരുത്. സിങ് എ സോങ്, ഒരു പാട്ട് പാടാൻ അവനെ അനുവദിക്കരുത്. നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഐ, ഷീ, വി, ഹി, ദേ ഈ കാര്യങ്ങളൊന്നും ലെറ്റിന്റെ കൂടെ വരൂല. അതിന് പകരമായിട്ട് ഐക്ക് പകരമായിട്ട് മീ ആണ് വരിക. ഷീക്ക് പകരമായിട്ട് ഹെറും, വിക്ക് പകരമായിട്ട് എസ്സും, ഹീക്ക് പകരമായിട്ട് ഹിമ്മും, അതുപോലെ തന്നെ ദേക്ക് പകരമായിട്ട് ദമ്മുമാണ് വരിക. യുക്ക് മാറ്റമൊന്നും വരൂല. യുവിന് പകരമായിട്ട് യു തന്നെയാണ് വരിക. അതിന് മാറ്റമൊന്നും വരൂല. ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള നിയമം വരുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ലെറ്റിന്റെ കൂടെ വരുമ്പോൾ മാത്രമായിട്ട് നിങ്ങൾക്ക് മീയുടെ അർത്ഥം ഞാൻ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹെറിന്റെ അർത്ഥം അവൾ എന്നും, എസിന്റെ അർത്ഥം നമ്മൾ എന്നും, ഹിമ്മിന്റെ അർത്ഥം അവൻ എന്നും, ദമ്മിന്റെ അർത്ഥം അവർ എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ലെറ്റിന്റെ കൂടെ വരുമ്പോൾ മാത്രമായിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എന്ന് പറയുന്ന ലെറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് ലെറ്റ് വെച്ചിട്ട് 5 രൂപങ്ങളാണ് നോക്കിയത്. ലെറ്റ് വെച്ചിട്ട് 5 സാഹചര്യങ്ങളിലായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഒന്നാമതായിട്ട് എങ്ങനെയാണ് പെർമിഷൻ ചോദിക്കുക, അനുവാദം എങ്ങനെ ചോദിക്കാമെന്നും, പിന്നെ അനുവാദം എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതും, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എങ്ങനെയാണ് പറയുക എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കരുത്, അവരെ പോകാൻ അനുവദിക്കരുത്, അതുപോലെയുള്ള കാര്യങ്ങളാണ് പിന്നെ പഠിച്ചത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ലെറ്റ് സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം മാറി വരുന്നുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ എല്ലാ സാഹചര്യത്തിലും വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്ന് പറയുന്നത് എവിടെയാണോ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് ആ സാഹചര്യത്തിലൊക്കെ എന്ന് പറയുന്നത് ഈ കാര്യം ലെറ്റിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിലായിട്ട് സംസാരിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അഥവാ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വളരെ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.